ഗുഡ് മോർണിംഗ് ഫാമിലി വ്ളോഗേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ അടുക്കളോട്ട് വന്ന് ആദ്യം എനിക്ക് ചായ കുടിക്കണം കേട്ടോ, എന്നാലേ എല്ലാം ഒന്ന് ഓക്കെ ആവും. എനിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ചായ കുടിച്ചില്ലെങ്കിൽ പിന്നെ മൊത്തത്തിലൊരു ഡൗൺ ആവും. പിന്നെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞു. ഇനി പച്ചക്കറിയൊക്കെ എടുത്തൊന്ന് അരിഞ്ഞ് വെള്ളത്തിലിട്ട് ഉപ്പ് വെള്ളമൊക്കെ ഇട്ട് ഞാൻ വെക്കും കുറച്ച് നേരം. അപ്പോഴത്തേക്കും അരിയൊക്കെ ഒന്ന് കഴുകി അടുപ്പിലോട്ടിടാം. ഇത് 1 മണിക്കൂറത്തെ വേവേ ഉള്ള ഈ അരിക്ക് കേട്ടോ, വളരെ കുറഞ്ഞ വേവാണ്. പെട്ടെന്ന് തിളപ്പിച്ചിറക്കി ഞാൻ റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതിനുള്ള മസാലയൊക്കെ പൊടിച്ച് വെക്കണം. അതൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അത് തണുക്കുമ്പോഴത്തേക്കും പൊടിക്കാൻ. ആ സമയം കൊണ്ട് ഉള്ളിയെല്ലാം ഞാൻ അരിഞ്ഞെടുത്ത് കുക്കറിലോട്ട് എണ്ണയൊക്കെ ഒഴിച്ച് അതൊന്ന് വരട്ടിയെടുക്കണം. അതിന് ശേഷം ഉപ്പുവെള്ളത്തിലിട്ടിരുന്ന പച്ചക്കറി എല്ലാം എടുത്തൊന്ന് അരിഞ്ഞ് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ചിക്കനും എല്ലാം അരപ്പൊക്കെ പുരട്ടി അതൊന്ന് കുക്കറിലോട്ട് വേവാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒഴിക്കാനായിട്ട് ഞാൻ മോര് കറിയാണ് വെക്കുന്നത്. മോരിനുള്ള അരപ്പെല്ലാം അരച്ച് മോര് കറി ഒന്ന് റെഡിയാക്കി എടുക്കണം. നല്ല കാന്താരി ഇട്ട് വേണം മോര് കറി വെക്കാൻ കേട്ടോ, നല്ല ടേസ്റ്റാണ് ഉള്ളവർ. അടുപ്പിലോട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് കടുവൊക്കെ വറുത്ത് മോരിന് എല്ലാം കാച്ചി. അപ്പോഴത്തേക്കും ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ബീട്രൂട്ട് തോരൻ അതൊക്കെ ഒന്ന് റെഡിയാക്കി ചോറ് തിളപ്പിച്ചിറക്കി വെച്ചത് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചത് ഊറ്റി വെച്ചു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഇഡലിയും ചമ്മന്തിക്കറിയും. അപ്പോൾ ചമ്മന്തിക്കറി അവിടെ എല്ലാം റെഡിയാക്കി അത് മാറ്റി ഒഴിച്ച് പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇഡലി എല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ പുഴുങ്ങിയെടുക്കാം. പെട്ടെന്ന് തന്നെ പുഴുങ്ങിയെടുക്കാം. മോൾ എണീറ്റ് വന്നിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് കോവയ്ക്ക ഇരിപ്പുണ്ടെങ്കിൽ അതൊന്ന് പെട്ടെന്നൊന്ന് ഫ്രൈ ആക്കി തരണേന്ന്. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി അരപ്പൊക്കെ പുരട്ടി വെളിച്ചെണ്ണയിലോ ഏതെങ്കിലും ഒരു എണ്ണയിലും ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇഡലി അങ്ങനെ പുഴുങ്ങി ആവിയേറി നന്നായിട്ട് പുഴുങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെച്ചു. ഇറച്ചി വെക്കുമ്പോൾ കുറച്ച് മസാല ഇങ്ങനെ പൊടിച്ചതൊന്ന് മാറ്റി വെക്കണം. അവസാനം ഒന്ന് തട്ടിയിട്ട് വേവിക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അത് പ്രത്യേക ഒരു കുറുകിയൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ പെട്ടെന്ന് തന്നെ പാത്രം കൂടെ അങ്ങ് കഴുകി വെച്ചിട്ടുണ്ട്. അങ്ങനെ കറിയെല്ലാം നന്നായിട്ട് തിളച്ച് പറ്റി വരാറായി. തണുക്കുമ്പോഴാട്ടോ ടേസ്റ്റ്, നമ്മൾ കുറുകി വരണം. എല്ലാം ശരിയായി. അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ചോറൊക്കെ ഒന്ന് വിളമ്പാം. 3 പാത്രത്തിലോട്ട് ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്. തോരൻ വെച്ചിട്ടുണ്ട്. കോവയ്ക്ക ഫ്രൈ ആട്ടോ, അത് മോൾക്ക് ഇത്തിരി കൂടുതൽ വെച്ചിട്ടുണ്ട്. ആകെ ഇത്രയേ ഉള്ളായിരുന്നു, അതുള്ളത് അവൾക്ക് ഇത്തിരി തോനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി അതും 3 പാത്രത്തിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒഴിക്കാൻ മോര് കറി 3 പാത്രത്തിലോട്ടായിട്ട് ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇറച്ചിയാണെങ്കിൽ അവർ വേറെ പാത്രത്തിൽ വേണ്ട, കുട്ടികൾക്ക് 2 പേർക്കും അതിൻ്റെ കഷ്ണം മാത്രം എടുത്തിട്ട് പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒഴിക്കാനായിട്ട് മോര് അതും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്രയേ ഉള്ളൂ. ലഞ്ച് പാക്കിങ്ങും ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ എല്ലാ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത്രയേ ഉള്ളൂ. ടാറ്റാ. മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ.